ഈ പുഴയും കടന്ന് പുത്തൻ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കില്ലേ. യമുന അങ്ങനെ കോളേജിൽ കുറേ ഫ്രണ്ട്സുമായിട്ടൊക്കെ നിന്ന് സംസാരിക്കുകയാണ്. യമുനയാണെങ്കിൽ വിശാലിനെ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം വിശാലിൻ്റെ ആ ഒരു ദേഷ്യമുണ്ട്. അതിനുശേഷം യമുന വിശാലിനോട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. യമുന ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ജയപാലുണ്ടല്ലോ, ഞങ്ങളുടെ കുടുംബം വെളുപ്പിക്കാൻ നോക്കുവാണ്, അന്നേരം നിന്നെ അടിച്ച് ഞാൻ കൊഞ്ചിക്കൊഴണമെന്നാണ് നീ പറയുന്നതെന്ന് യമുന ചോദിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വിശാലിൻ്റെ പറയുന്നുണ്ട്, ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല, ഇതിവിടെ വെച്ച് നിർത്തിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് യമുന പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വിശാൽ യമുനയോട് സംസാരിക്കുകയാണ്. വിശാലാണെങ്കിൽ യമുനയോ എങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പം യമുന ചോദിക്കുന്നുണ്ട്, എവിടേക്കാണെന്ന്. അല്ല, നീ എവിടേക്കാണെന്ന് ഒരു സംശയം പറയുന്നത് എന്താ? എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ എൻ്റെ കൂടെ വരാൻ ഇപ്പോഴും നീ താല്പര്യം കാണിക്കാത്തതെന്ന് വിശാൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും വിശാൽ യമുനയെ കൊണ്ടുപോകുന്നുണ്ട്. കോളേജിൻ്റെ സമയം കഴിഞ്ഞ് വീട്ടിലെത്താതെ യമുനയെ കാണാൻ എല്ലാവരും ഭയക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശാരദയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ, യമുന വരേണ്ട സമയം കഴിഞ്ഞിട്ട് വന്നില്ല. അങ്ങനെ വീട്ടിലാകപ്പാടെ ബഹളം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രമോ വിശേഷം.